വയനാട്ടിൽ CPM നിയന്ത്രണത്തിലുള്ള ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പേരിൽ കോടികൾ തട്ടിയെടുത്തതായി ആരോപണം. പണം ലഭിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടില്ലെന്ന് മുൻ ജീവനക്കാരൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. നിക്ഷേപകർക്ക് പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് സമരം ആരംഭിച്ചു. ബ്രഹ്മഗിരി സൊസൈറ്റിയുടെ പേരിൽ CPIM നടത്തിയത് കോടികളുടെ തട്ടിപ്പാണെന്നാണ് ബ്രഹ്മഗിരി മുൻ ജീവനക്കാരനായ നൌഷാദ് പറയുന്നത്. താൻ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ സൊസൈറ്റിയിൽ ലക്ഷങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ടെന്നും എന്നാൽ ഇതിപ്പോൾ തിരികെ ലഭിക്കുന്നില്ലെന്നും നൌഷാദ് ആരോപിച്ചു. പൈസ തിരിച്ചു വെച്ചപ്പോൾ ഇവർ തന്നില്ല. പല തവണകളിലായിട്ട് ചോദിച്ചു, തന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഒക്കെയാണ് ഞാൻ ഈ പരാതി കൊടുത്തിരിക്കുന്നത്. പാർട്ടി നേതാക്കൾക്കും മുഖ്യമന്ത്രി DGP ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി നൽകിയിട്ടും പ്രശ്നത്തിൽ യാതൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല. ഇനിയും പണം തിരികെ നൽകിയില്ലെങ്കിൽ ജീവനൊടുക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്നാണ് നൌഷാദ് പറയുന്നത്. ഡെപ്പോസിറ്റ് ചെയ്ത പൈസ കിട്ടിയേ മതിയാവൂ, കാരണം ജീവിക്കാൻ വേറെ മാർഗമില്ലല്ലോ. പ്രശ്നത്തിൽ ഇടപെട്ട് കോൺഗ്രസും രംഗത്തെത്തി. കൽപ്പറ്റയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നിക്ഷേപകർക്ക് പണം തിരികെ നൽകുന്നതുവരെ സമരം തുടരുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ആത്മഹത്യ പാർട്ടി ഓഫീസിൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ടും അനങ്ങാതെ മുന്നോട്ട് പോകുന്ന CPM സമീപനം നിക്ഷേപകരെ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഈ സമരം ഏറ്റെടുക്കുകയാണ്. നിരവധി ആളുകളാണ് ബ്രഹ്മഗിരിയിലെ തട്ടിപ്പിനിരയായത്. പലരും ഇപ്പോൾ ജപ്തി ഉൾപ്പെടെയുള്ള ഭീഷണിയിലുമാണ്. അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ട് പരിഹാരം കാണണമെന്നാണ് ആവശ്യമുയരുന്നത്. മീഡിയ 1 വയനാട്.